ഹലോ മക്കൾസ്, ബാബു സാറാണേ. മക്കളെ, നമ്മുടെ നാളത്തെ ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവൻ വൃത്ത് സേ അനുച്ഛേദ് ലിഖിയും. ഈ മോഡൽ എക്സാമിനേഷന് 16-ാം നമ്പർ ചോദ്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ബയോഡാറ്റ തരും. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ ബയോഡാറ്റ തന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് അനുച്ഛേദം എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അതെങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെ നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, ജീവൻ വൃത്ത് പടേ और അനുച്ഛേദ് ലിഖ്. ജീവൻ വൃത്ത് വായിച്ചതിന് ശേഷം അനുച്ഛേദം എഴുതാൻ. നാം ഉദയ് പ്രകാശ്, जन्म 1952, जन्मस्थान मध्य प्रदेश, प्रमुख रचनाएं तिरिच മോഹൻദാസ്, പുരസ്കാർ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാർ. ഇത്രയും കിട്ടിയതിനെ നമുക്കൊരു പാരഗ്രാഫാക്കി മാറ്റണം. അങ്ങനെ പാരഗ്രാഫാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അനുച്ഛേദ്. നോക്കൂ മക്കളെ, ഈ ഒരു വരി നമ്മൾ ആദ്യം എഴുതി വെക്കണം. ഈ ഒരു വരി നമ്മൾ ആദ്യം എഴുതി വെക്കുന്നു. എന്താണത്? ഹിന്ദി സാഹിത്യക്കെ സർവശ്രേഷ്ഠ കഥാകാരവുമേ പ്രമുഖ ഹേ. ഹിന്ദി സാഹിത്യത്തിലെ സർവശ്രേഷ്ഠമായ കഥാകാരന്മാരിൽ പ്രമുഖനാണ് ഉദയപ്രകാശ് എന്ന് എഴുതി. എന്നിട്ട് ഉൻകാ ജന്മ 1952 മേം മധ്യപ്രദേശ് മേം ഹുവാദ. 1952 മധ്യപ്രദേശിലായിരുന്നു. തിരച്ച് മോഹൻദാസ് ആദി ഉൻകെ പ്രമുഖ രചനായ ഹേ. ഇതൊക്കെ തിരച്ച് എന്നുള്ളത് മോഹൻദാസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാർ സേ വേ സമ്മാനിത് ഹുയേ ഹേ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊണ്ട് അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ് മക്കളെ. നമുക്ക് മറ്റൊന്നുകൂടി നോക്കാം. നമുക്ക് നോക്ക്, ജീവൻ വൃത്ത് സേ അനുച്ഛേദ് 4 മാർക്കിന്റെ മറ്റൊരു ചോദ്യം ഇതാണ്. ജീവൻ വൃത്ത്. നാം സുകേഷ് സാഹിനി, ജന്മ 5 सितंबर 1956, जन्मस्थान लखनऊ उत्तर प्रदेश, प्रमुख रचनाएं डरे हुए लोग, टंडी रजाई, खलील जिब्रान की लघु कथाएं, पुरस्कार डॉक्टर परमेश्वर गोयल लघु कथा सम्मान. വിശേഷത, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നിമ്ന മധ്യവർഗക്ക് പീഡ ഓർ നിരാശ. ഇടത്തട്ടുകാരും പാവപ്പെട്ടവരും ആളുകളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് അദ്ദേഹം കഥയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ബയോഡാറ്റ. ഇതിൽ നമുക്ക് അനുച്ഛേദാക്കി മാറ്റുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാവും അനുച്ഛേദ്. നോക്കൂ മക്കളെ, അനുച്ഛേദ്. ഹിന്ദി സാഹിത്യ ജഗത്തൊക്കെ നമ്മൾ ആദ്യം വീണ്ടും അത് നേരത്തെ ഇതുപോലെ തന്നെ വരിയിരുന്നു. ഹിന്ദി സാഹിത്യ ജഗത്തൊക്കെ സർവശ്രേഷ്ഠ കഥാകാരവുമേ പ്രമുഖ ശ്രീ സുകേഷ് സാഹിനി. പിന്നെ നമ്മൾ എഴുതുന്നു ഉൻകാ ജന്മ 1956 में सितंबर 5 को उत्तर प्रदेश के लखनऊ में हुआ था. അപ്പോൾ സ്ഥലവും ജനിച്ച ഡേറ്റും കൂടി ഒരുമിച്ചൊരു വരിയാക്കി. डरे हुए लोग, ठंडी रजाई और ഖലീൽ ജിബ്രാൻ की ലഘു കഥായും ആദി ഉൻകി പ്രമുഖ രചന ഹേ മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളാണ്. ആദി എന്നുള്ളത് നമ്മൾ ചേർത്തു. ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ സേ വേ അലങ്കൃത് ഹുയേ. അലങ്കൃത് ഹുയേ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അടുത്തത് നിമ്ന മധ്യവർഗക്ക് പീഡ और നിരാശ സുകേഷ് സാഹിനി ജി की സാഹിത്യ രചനാओं की വിശേഷത ഹേ. അപ്പോൾ വിശേഷത എന്നുള്ള ഹെഡിങ്ങിൽ നമ്മളിത് എഴുതിയിട്ട് വിശേഷതാഹ എന്ന് അവസാനം എഴുതി വെച്ചു. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 മാർക്കാണ് മക്കളെ. ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഗംഭീരമായിട്ട് ഇങ്ങനെ ബയോഡാറ്റ നോക്കി അനുച്ഛേദം ഉണ്ടാക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരുന്ന ചോദ്യമാണ്. 4 മാർക്ക് നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാം. ഓക്കെ, ബൈ.